നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട ഒളിവിലായിരുന്ന അധ്യാപിക പോലീസിന് മുൻപിൽ ഹാജരായി. രണ്ടാം പ്രതിയായ ഡോക്ടർ സംഗീത നമ്പ്യാരെ അറസ്റ്റ് ചെയ്ത ശേഷം മൊഴി രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു. അന്വേഷണ സംഘത്തെ വിപുലീകരിച്ച് ഡോക്ടർ റാമിനെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട രണ്ടാം പ്രതി ഡോക്ടർ സംഗീത നമ്പ്യാരാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരായത്. ഉച്ചയോടെ ഹാജരായ ഡോക്ടർ സംഗീതയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിശദമായ മൊഴി രേഖപ്പെടുത്തി. ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ലെന്ന് സംഗീത നമ്പ്യാർ മൊഴി നൽകിയതായാണ് വിവരം. തലശ്ശേരി കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് കീഴടങ്ങൽ. ഡോക്ടർ സംഗീത നമ്പ്യാർ വിദ്യാർത്ഥികളോട് മാന്യമായാണ് പെരുമാറിയതെന്നും ഇവർക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകളൊന്നും ലഭ്യമല്ലെന്നും ജാമ്യം അനുവദിച്ച തലശ്ശേരി കോടതി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് അധ്യാപിക പോലീസിന് മുൻപിൽ ഹാജരായത്. 3 മാസത്തേക്ക് എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്നും ജാമ്യം അനുവദിച്ച കോടതി വ്യക്തമാക്കിയിരുന്നു. അതേസമയം മുഖ്യപ്രതിയായ ഡോക്ടർ റാമിനെ പിടികൂടാൻ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ആന്ധ്രയിൽ തിരച്ചിൽ വ്യാപകമാക്കിയതിനു പിന്നാലെ റാം ബന്ധപ്പെടാൻ സാധ്യതയുള്ളവരും നിരീക്ഷണത്തിലാണ്. അന്വേഷണ സംഘത്തെ വിപുലീകരിച്ച് ഉടൻ പ്രതിയെ പിടികൂടാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. അമൃത ന്യൂസ്, കണ്ണൂർ.